നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. നമ്മൾ കാത്തിരുന്ന നമ്മളുടെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ ആനുകൂല്യങ്ങളിൽ 100 രൂപയുടെയൊക്കെ വർധനമുണ്ടാകും എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. സംസ്ഥാനത്തെ, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ സഹായമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ. ഇപ്പോൾ 1600 ലഭിക്കുന്നവർക്ക് 1700-ലേക്കുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ തയ്യാറായി വരുന്നത്. നിയമസഭയിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചത് പ്രകാരം ക്ഷേമ പെൻഷനുകൾ അത് വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ഏറ്റവും പുതിയ ഉറപ്പ് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, മാർച്ച് മാസം മുതൽ നമുക്ക് മുടങ്ങാതെ ഇപ്പോൾ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിപ്പുണ്ട്. 1600 രൂപ വീതം ഒരു തടസ്സവും കൂടാതെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ തുടർന്നും ഈ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ സർക്കാർ ഈ തുക വർദ്ധിപ്പിക്കുമെന്നും അറിയിപ്പ് വന്നു കഴിഞ്ഞു. 2500-ലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്ന കാര്യം സംശയമാണ്. അത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വഴിതെളിക്കും. അതുകൊണ്ടൊക്കെ തന്നെ ചെറിയ തുകയായിട്ട് വർദ്ധിപ്പിച്ച് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമായിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മാറും എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കുടിശ്ശികയുള്ള പെൻഷൻ 2 മാസത്തെ 3200 രൂപയോളമായിരിക്കും. ആകെ കുടിശ്ശിക 5 മാസത്തെയാണ് ശേഷിക്കുന്നത്. ഇതിൽ 2 മാസത്തെ കുടിശ്ശികയായിരിക്കും ഈ ഓണത്തോടൊക്കെ അനുബന്ധിച്ച് സർക്കാർ ഒരുമിച്ച് വിതരണം ചെയ്യുക. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഈ മാസം 13-ാം തീയതിയോടെയാണ് സപ്ലൈകോ വഴിയുള്ള 50-50 എന്ന് പറയുന്ന സ്കീം അവസാനിക്കുന്നത്. ഏകദേശം 50ഓളം പ്രൊഡക്റ്റുകൾക്ക് 10% ഡിസ്കൗണ്ട് ഇട്ടാണ് വിവിധ ഉൽപ്പന്നങ്ങൾ വിതരണം നടത്തിയിരുന്നത്. നോൺ സബ്സിഡി പ്രൊഡക്റ്റുകൾക്കെല്ലാം സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. സപ്ലൈകോയുടെ 50ാമത് വാർഷികം പ്രമാണിച്ച് ഏർപ്പെടുത്തിയിരുന്ന വിവിധ ആനുകൂല്യങ്ങളാണ് ഈ 13-ാം തീയതിയോടെ അവസാനിക്കുന്നത്. റേഷൻ കാർഡ് ഉള്ളവർക്ക് സബ്സിഡി ഉൽപ്പന്നങ്ങളോടൊപ്പം തന്നെ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങളും വാങ്ങാനുള്ള അവസരമുണ്ടായിരുന്നു. ഇപ്പോഴും അവസരമുണ്ട്. ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ ആനുകൂല്യങ്ങൾ പരമാവധി വാങ്ങുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ വീടുകളിൽ പ്രമേഹ രോഗികളുണ്ടാകും. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് പ്രമേഹ രോഗികൾക്ക് സർക്കാരിൻ്റെ സഹായം ലഭിക്കുന്നത്. പക്ഷേ അവർക്ക് BPL AVO റേഷൻ കാർഡ് ആയിരിക്കണം. അവർക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ, സ്ട്രിപ്പ് തുടങ്ങിയവ ലഭിക്കുന്നുണ്ട്. വയോമധുരം എന്ന് പറയുന്ന പദ്ധതിക്ക് കീഴിലാണ് അപേക്ഷ വെക്കേണ്ടത്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരം, സുനീതി എന്ന് പറയുന്ന പോർട്ടൽ മുഖാന്തരമാണ് അപേക്ഷ വെക്കേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങളിൽ, ജനസേവാ കേന്ദ്രങ്ങളിൽ, മറ്റ് പൊതുസേവന കേന്ദ്രങ്ങളിലെല്ലാം ഇതിൻ്റെ അപേക്ഷകൾ വെക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കും. അപ്പോൾ BPL റേഷൻ കാർഡാണ്, അതോടൊപ്പം തന്നെ നമുക്ക് പ്രമേഹ രോഗമുണ്ട് എന്നൊക്കെ തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങളെല്ലാം കൃത്യമായിട്ട് സമർപ്പിക്കണം. അപ്പോൾ ഇതെല്ലാം സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ജില്ലകളിലും നിശ്ചിത എണ്ണം വീതം ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് ലഭിക്കും. പിന്നീട് ഓരോ വർഷങ്ങളിൽ നമുക്ക് സ്ട്രിപ്പിന് വേണ്ടിയും അപേക്ഷ വെക്കാൻ സാധിക്കും. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മറ്റാരുടെയും സഹായമില്ലാതെ നമുക്ക് ഓരോ ദിവസത്തെയും നമ്മളുടെ ഷുഗർ ലെവൽ കൃത്യമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഈ വർഷത്തെ ഓണപരീക്ഷകൾ സെപ്റ്റംബർ മാസം 3-ാം തീയതി മുതൽ ആരംഭിക്കും. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലങ്ങളിലെല്ലാം പരീക്ഷകൾ ഉണ്ടാവും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള ടൈം ടേബിൾ വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിക്കും. അതോടൊപ്പം തന്നെ നിലവിൽ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച്, അതായത് പാഠ്യ സമയങ്ങളെല്ലാം ക്രമീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അറിയിപ്പുകളുണ്ടായിരുന്നു. പക്ഷേ സർക്കാർ ഇത് അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും നടപ്പാക്കുന്നതിൽ കുറച്ച് കാലതാമസം ഉണ്ടാകും. ഇതിൻ്റെ സാങ്കേതിക വശങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ച ശേഷമായിരിക്കും, പതിയെ മാത്രമായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് ഇതെല്ലാം പ്രാബല്യത്തിൽ വരുത്തുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക.